ഇടിമിന്നൽ വേഗത്തിൽ കന്യാകുമാരിയിലെത്താൻ വേണ്ടിയാണ് KSRTC ഈ അടുത്ത് ആരംഭിച്ച പാലക്കാട് കന്യാകുമാരി മിന്നൽ ഡീലക്സിൽ യാത്ര ചെയ്തത്. രാത്രി 7:30 പാലക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്നും യാത്ര ആരംഭിച്ച് അടുത്ത ദിവസം രാവിലെ 4:30 കന്യാകുമാരിയിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് ഈ ബസിന്റെ സമയക്രമം. കൃത്യം 7:30 തന്നെ യാത്ര ആരംഭിച്ചു. രാത്രി സമയമായതുകൊണ്ടും സ്റ്റോപ്പുകൾ വളരെ കുറവായതുകൊണ്ടും കൃത്യസമയം പാലിച്ചു തന്നെയാണ് യാത്ര. മിക്ക സ്റ്റോപ്പുകളിലും നേരത്തെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഈ മിന്നലിനുള്ളൂ. പാലക്കാട് വിട്ടാൽ തൃശൂർ, വൈറ്റില, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, നാഗർകോവിൽ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകളും അങ്കമാലിയിൽ റിക്വസ്റ്റ് സ്റ്റോപ്പും കഴക്കൂട്ടം, നെയ്യാറ്റിൻകര, കളിയിക്കാവിള എന്നിവിടങ്ങളിൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സ്റ്റോപ്പുകളും മാത്രമാണുള്ളത്. അതിൽ വൈറ്റിലയിലും തിരുവനന്തപുരത്തും ഒരു 10 മിനിറ്റ് റെസ്റ്റ് റൂമിൽ പോകാനും ചായ കുടിക്കാനുമുള്ള ബ്രേക്കും കിട്ടി. ഡ്രൈവറും കണ്ടക്ടറും മാറി മാറി ഡ്രൈവ് ചെയ്തിരുന്നതുകൊണ്ട് വളരെ സേഫായിട്ടുള്ള യാത്രാനുഭവമാണ് കിട്ടിയത്. KSRTC സ്വിഫ്റ്റ് വെബ്സൈറ്റ് വഴിയോ മറ്റ് ബസ് ബുക്കിംഗ് ആപ്പ് വഴിയോ നിങ്ങൾക്ക് ഈ ബസ്സിലെ യാത്ര ബുക്ക് ചെയ്യാം. പാലക്കാട് നിന്നും കന്യാകുമാരി വരെ 596 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക്. ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തവർക്ക് ട്രെയിനിനേക്കാൾ നേരത്തെ എത്തിച്ചേരാൻ ഏറ്റവും നല്ല ഓപ്ഷനാണ് മിന്നൽ ബസ്സുകൾ. ചാരിക്കിടക്കാവുന്ന പുഷ്ബാക്ക് സീറ്റുകളും എയർ സസ്പെൻഷനുമുള്ള ബസ്സുകളായതുകൊണ്ട് സുഖമായി ഉറങ്ങി വരാം. കന്യാകുമാരിയിൽ നിന്നും വൈകിട്ട് 7:45 പുറപ്പെട്ട് രാവിലെ 5:15 പാലക്കാട് എത്തുന്ന രീതിയിലാണ് ഈ ബസ്സിന്റെ മടക്കയാത്ര. ബസ് അതിരാവിലെ കന്യാകുമാരിയിൽ എത്തിയതുകൊണ്ട് ഫ്രഷായ ശേഷം ഉടനെ തന്നെ സൺറൈസ് പോയിന്റിൽ എത്തി സൂര്യോദയം കണ്ട് കന്യാകുമാരിയിലെ കാഴ്ചകൾ കാണാൻ ആരംഭിച്ചു. ഒട്ടും സമയം കളയാതെ 8 മണിക്ക് തന്നെ ബോട്ടിങ്ങിന് വേണ്ടിയുള്ള ക്യൂവിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. നിങ്ങളുടെ അവധിക്കാല യാത്രകൾക്ക് ഈ വീഡിയോ തീർച്ചയായും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് യാത്രാപ്രേമികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.